സംസ്ഥാനത്ത് ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പോളിംഗാണ് രേഖപ്പെടുത്തിയത്. 78.27%. ഇത് ഏത് മുന്നണിക്ക് സഹായകരമായിരിക്കും? ഇപ്പോൾ നമ്മോടൊപ്പം RJD സംസ്ഥാന സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജ് ആണുള്ളത്. ഉയർന്ന പോളിംഗ് ശതമാനം ഏത് മുന്നണിക്കായിരിക്കും അനുകൂലം? ഇടതു മുന്നണിക്ക് അത് പോസിറ്റീവായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയുമോ? ഇതിനു മുമ്പ് സംസ്ഥാനത്ത് ഇതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഉയർന്ന പോളിംഗ് ശതമാനം ഉണ്ടായിരുന്നത് 1987-ലാണ്. അന്നത്തെ പോളിംഗ് ശതമാനം 80.54%. ആ അസംബ്ലി ഇലക്ഷനിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വന്നു. അതുകൊണ്ട് ഇതിനു മുമ്പുള്ള നമ്മുടെ അനുഭവം ഉയർന്ന പോളിംഗ് LDFന് അനുകൂലമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പത്തനംതിട്ട ജില്ല എടുത്തു കഴിഞ്ഞാൽ 5 മണ്ഡലങ്ങളുണ്ട്. അതിൽ ദേശീയ നേതാക്കൾ വന്നിരുന്നു. NDAക്കായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവല്ലയിൽ വന്നു. രാഹുൽ ഗാന്ധി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് പത്തനംതിട്ടയിൽ എത്തിയിരുന്നു. ഈ 2 ഘടകങ്ങൾ ഇടതുമുന്നണിക്ക് ഏതെങ്കിലും രീതിയിൽ ദോഷകരമായി വന്നിട്ടുണ്ടോ? നമ്മുടെ ജില്ലയിൽ മാത്രമല്ല, സംസ്ഥാനത്താകെ BJP ഒരു ഘടകമേ അല്ല. കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ LDFന് കിട്ടിയ വോട്ട് ശതമാനം എന്ന് പറയുന്നത് 45%. UDFന് 39%. BJPക്ക് അന്ന് 5 വർഷം മുമ്പ് കിട്ടിയ വോട്ട് ശതമാനം കേവലം 14%. 3 മാസം മുമ്പ് നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടിയതും 14%. കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഒരു വളർച്ചയില്ലാത്ത ഒരു പാർട്ടി എന്ന് പറയുന്നത് BJPയാണ്. അതുകൊണ്ട് BJP ഒരു ഘടകമേ അല്ല. പ്രധാനമന്ത്രി നമ്മുടെ ജില്ലയിൽ വന്നെങ്കിലും അതൊന്നും രാഷ്ട്രീയത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിൽ അവർക്ക് വോട്ട് പെർസെൻറ്റേജ് ഇല്ല. നമുക്ക് നിയമസഭയിൽ ജയിക്കണമെങ്കിൽ ഒരു 35-38% വോട്ട് വേണം. അതിൻ്റെ 1/3 മാത്രമുള്ളൊരു പാർട്ടിക്ക് എങ്ങനെയാണ് വിജയിക്കാൻ സാധിക്കുന്നത്? അവിടെയാണ് ഈ ബാന്ധവം എന്നുള്ള വാക്ക്, ഡീൽ എന്നുള്ള വാക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിൽ അത് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആരോപിച്ചിരുന്നു. അങ്ങനൊരു സാധ്യത ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ, വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ അങ്ങനൊരു സാധ്യത മുന്നിൽ കാണുന്നുണ്ടോ? അങ്ങ് ഡീൽ എന്നുള്ളത് അടിസ്ഥാനരഹിതമായ കാര്യമാണ്. ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ ഒരു പ്രവർത്തകനോട് മറ്റൊരു പാർട്ടിയിൽ വോട്ട് ചെയ്യാൻ പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. കേരളത്തിൽ അത്ര രാഷ്ട്രീയ പ്രബുദ്ധമായ സ്ഥലമാണ്. പ്രത്യേകിച്ചും കേരളത്തിലെ LDF ആണ് ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗം എന്നുള്ള നിലയിലും സംസ്ഥാനത്ത് LDFൻ്റെ ഒരു ഭാഗം എന്നുള്ള നിലയിലും BJP ഏറ്റവും ശക്തമായിട്ട് എതിർത്തുകൊണ്ടിരിക്കുന്ന LDF ആണ്. ആ LDFൻ്റെ ആളുകൾക്ക് വോട്ട് ചെയ്യാൻ BJP തുനിയുമോ? അതുകൊണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് വ്യതിചലിപ്പിക്കാനുള്ള ഒരു കേവലമായിട്ടുള്ള ഒരു മാർഗമായിരുന്നു ഈ ഡീൽ എന്ന് പറയുന്നത്. അതിന് യാതൊരു രാഷ്ട്രീയമായ അടിസ്ഥാനവുമില്ല. ഇപ്പോൾ SDPI ബാന്ധവം അത് ചർച്ചയായിരുന്നു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. SDPI എന്ന ആ ഒരു പാർട്ടി ശരിക്കും ഒരു ഫാക്ടർ ആയിരിക്കുമോ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ? SDP വെൽഫെയർ പാർട്ടിയൊന്നും കേരള പൊളിറ്റിക്സിൽ ഒരു ഘടകമേ അല്ല. അവരുടെ വോട്ട് ശതമാനം എന്ന് പറയുന്നത് 0.1%-ഉം 0.2%-ഉമാണ്. അവർക്കൊരിടത്തും വിജയാപജയങ്ങളെ നിർണ്ണയിക്കാനുള്ള കഴിവില്ല. ഇപ്പോൾ ജില്ലയിലെ 5 മണ്ഡലങ്ങൾ, ഒപ്പം തന്നെ 140 നിയമസഭാ മണ്ഡലങ്ങൾ, LDFന് എത്ര സീറ്റാണ് അങ്ങ് പ്രതീക്ഷിക്കുന്നത്? ജില്ലയിൽ 5-ൽ എത്ര നേടും? നമുക്ക് സംസ്ഥാനത്ത് ഇപ്പോൾ 99 സീറ്റുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഞാൻ മലബാറിൽ പര്യടനം നടത്തിയിട്ടുണ്ടായിരുന്നു. മലബാറിലും അതുപോലെ തന്നെ തെക്കൻ കേരളം, മധ്യ കേരളം, ഈ പ്രദേശങ്ങളിലെല്ലാം ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. ഗവൺമെൻറ്റിനോടൊരു ഭരണവിരുദ്ധ വികാരവും ഉണ്ട് എന്നുള്ളത് ഒരു മാധ്യമത്തിൻ്റെ ഒരു കൽപ്പന മാത്രമാണ്. ഇന്നലെ കേന്ദ്ര ഗവൺമെൻറ് നീതി ആയോഗിൻ്റെ പുതിയ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവർ പറയുന്നത് കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും കേരളം 1ാം സ്ഥാനത്താണ് എല്ലാ ഇൻഡെക്സിലും. ശിശുമരണ നിരക്കിൽ ഏറ്റവും കുറവ് രാജ്യത്ത്, പ്രസവ സമയത്ത് അമ്മമാരുടെ മരണനിരക്ക് ഏറ്റവും കുറവ്, ഏറ്റവും കൂടുതൽ സ്ത്രീകൾ സ്കൂളിൽ സ്കൂളിൽ പോകാത്ത ഒരാൾ പോലും കേരളത്തിലില്ല. ദേശീയ പെർസെൻറ്റേജ് സ്കൂളിൽ പോകാത്തവർ 22%. അടിസ്ഥാന സൗകര്യങ്ങൾ, ഈ മേഖലകളിലെല്ലാം കേരളം ഇൻഡെക്സിൽ, നീതി ആയോഗ് നമ്മുടെ അല്ലല്ലോ, LDFൻ്റെ അല്ലല്ലോ, കേന്ദ്ര ഗവൺമെൻറ് അല്ലേ, അവർ പറയുന്ന കേരളം 1ാം സ്ഥാനത്താണെന്നാണ്. അങ്ങനെയുള്ളൊരു സംസ്ഥാനത്ത് ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായെന്നുള്ളത് കേവലം ഒരു നിക്ഷിപ്ത താല്പര്യങ്ങളുടെ ഒരു പ്രചാരണം മാത്രമാണ്. വലിയ തോതിൽ LDFൻ്റെ ക്യാമ്പയിൻ ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഒരു വശത്ത് പാവപ്പെട്ടവർക്കുള്ള കരുതൽ, മറുവശത്ത് ശക്തമായ മൂലധന നിക്ഷേപം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ LDFൻ്റെ ഒരു സാമൂഹ്യ അടിത്തറയായിരുന്ന വർക്കിംഗ് ക്ലാസ്സിനപ്പുറത്ത്
ഇടത്തരക്കാരെയും മറ്റു വിഭാഗങ്ങളെ സ്വാധീനിക്കാൻ ഈ നയങ്ങൾ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഏറെ നാളുകൾക്ക് മുമ്പ് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, അത് CPM-ഉം CPI-യും രണ്ട് തട്ടിലാണ്. അവസാനം സർക്കാരിന് CPI-യുടെ നിലപാടിനെ അംഗീകരിക്കേണ്ടി വന്നു. പക്ഷെ അതൊന്നും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടില്ല. അത് ഇടതുമുന്നണിക്ക് അനുകൂലമായിട്ടുള്ളൊരു ഘടകം തന്നെയാണോ? എപ്പോഴും LDF-ൽ നയങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യാറുണ്ട്. പ്രവീൺ അറിയാമല്ലോ, ഞങ്ങളും അത് ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം വന്നപ്പോൾ ഇടതുപക്ഷ മുന്നണി ഒറ്റക്കെട്ടായിരുന്നു. അഭിപ്രായ വ്യത്യാസങ്ങളും നയങ്ങളും ചർച്ച ചെയ്യുക തന്നെ വേണം. പക്ഷേ തിരഞ്ഞെടുപ്പിനെ ബാധിച്ചില്ല. തിരഞ്ഞെടുപ്പിന് മുമ്പ് LDF-ൻ്റെ പ്രചാരണ ജാഥകളുണ്ടായിരുന്നു. ആ ജാഥയിൽ 11 രാഷ്ട്രീയ പാർട്ടികൾക്കും തുല്യ പ്രാധാന്യം ലഭിക്കുകയും ആ ജാഥകളെ ജനങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഒറ്റക്കെട്ടായിട്ടാണ് ജനങ്ങൾ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിമർശനങ്ങൾ എന്ന് പറയുന്നത് അത് വ്യക്തിപരമാണ്. നമ്മൾ നയങ്ങളെ മാത്രമാണ് എതിർക്കേണ്ടത്. നയങ്ങളെ എതിർക്കാം, പക്ഷേ മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിമർശനങ്ങൾ, അത് വ്യക്തികളെ നമ്മൾ വിമർശിക്കാൻ പാടില്ല. പ്രത്യേകിച്ചും ഒരു ദരിദ്ര പിന്നോക്ക കുടുംബത്തിൽ നിന്ന് വന്ന ഒരാൾ 2 തവണ മുഖ്യമന്ത്രിയായത് ചില കേന്ദ്രങ്ങൾക്ക് താല്പര്യം കാണില്ല. മറ്റൊന്ന്, ഇപ്പോൾ തിരുവല്ലയിലെ LDF സ്ഥാനാർത്ഥി മാത്യു ടി തോമസ് ഈ വോട്ടെടുപ്പിൻ്റെ തലേ ദിവസം ഒരു വലിയ വിവാദം ഉണ്ടായി. അത് 2018 മഹാപ്രളയവുമായി ബന്ധപ്പെട്ടാണ്. അന്ന് അദ്ദേഹം ജലവിഭവ മന്ത്രിയായിരുന്നു. അത് തിരുവല്ല മണ്ഡലത്തിൽ LDF-ന് ദോഷകരമാകുമോ? വോട്ട് കുറയ്ക്കാനുള്ളൊരു സാധ്യത അങ്ങ് കാണുന്നുണ്ടോ? തിരുവല്ല മണ്ഡലത്തിൽ ഇതൊന്നും ബാധിക്കത്തില്ല. കാരണം തിരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് 10 വർഷം മുമ്പുള്ള ഒരു കാര്യം പറഞ്ഞാൽ അതൊന്നും ജനങ്ങൾ സ്വീകരിക്കത്തില്ല. തിരുവല്ല മണ്ഡലം കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇടതുപക്ഷ മുന്നണിയെ സ്വീകരിക്കുന്ന ഒരു മണ്ഡലമാണ്. വാസ്തവത്തിൽ വിവിധ സമുദായങ്ങളുടെ നല്ല പങ്കാളിത്തമുള്ള ഒരു സമൂഹമാണെങ്കിലും രാഷ്ട്രീയമായിട്ട് വളരെ പ്രബുദ്ധമാണ്. 1957 സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അയച്ച ഒരു മണ്ഡലം തിരുവല്ലയാണ്. വിവിധ സഭകളുടെ ആസ്ഥാനമാണെങ്കിലും സമുദായങ്ങളുടെ ആസ്ഥാനമാണെങ്കിലും. അതുകൊണ്ട് അങ്ങേയറ്റം രാഷ്ട്രീയ പ്രബുദ്ധമായൊരു പ്രദേശമാണ്. അത് ഇടതുപക്ഷ മുന്നണിക്ക് യാതൊരു ദോഷവും ഉണ്ടാകത്തില്ല. ഇപ്പോൾ ചീഫ് മിനിസ്റ്റർ രേവന്ത് റെഡ്ഡി അദ്ദേഹം വിവാദപരമായിട്ടുള്ളൊരു പരാമർശം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഈ വോട്ടെടുപ്പിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പൊക്കെ നടത്തിയിരുന്നു. അതിനെയൊക്കെ അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തെലങ്കാനയിലെ സാമൂഹികമായിട്ടുള്ള സാമ്പത്തിക സ്ഥിതി എന്നൊക്കെ പറഞ്ഞാൽ വളരെ പിന്നോക്കാവസ്ഥയിലുള്ള ഒരു ഇതിയാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹ്യക്ഷേമം, ഇതിലൊക്കെ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ആ തെലങ്കാനയും കേരളവും തമ്മിൽ ഒരു താരതമ്യവുമില്ല. തെലങ്കാനയിൽ കൂടി സഞ്ചരിച്ചാൽ നമുക്കറിയാം. ഹൈദരാബാദ് സിറ്റി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ഗ്രാമീണ പ്രദേശങ്ങളിലേക്ക് പോയാൽ വളരെ വളരെ പിന്നോക്കമാണ്. അവിടെ 2 മുഖ്യമന്ത്രിമാരെ താരതമ്യം ചെയ്യുന്നതിനേക്കാൾ ഈ 2 സ്റ്റേറ്റുകളെ താരതമ്യം ചെയ്യുന്നതായിരിക്കും നല്ലത്. ചീഫ് മിനിസ്റ്ററെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു മറുപടി എന്നുള്ളത് ഒരു ഡാഷ് മോനെ എന്നുള്ള രീതിയിലായിരുന്നു. ഒരു ചീഫ് മിനിസ്റ്റർ അങ്ങനെ ശരിക്കും ആ വാക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? അങ്ങനെയും ഒരു ചർച്ച നടന്നിരുന്നു. അത് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചപ്പോൾ അദ്ദേഹം നടത്തിയതായിരിക്കാം. ഒരു ലാർജർ എലക്ഷനിൽ നമ്മൾ പോളിറ്റിക്സാണ് ചർച്ച ചെയ്യേണ്ടത്. ആ പോളിറ്റിക്സിൽ ചർച്ച ചെയ്യുമ്പോൾ അവിടെ ഇപ്പോൾ രാജ്യത്തെ നമ്മുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ ചുമതല എന്ന് പറയുന്നത് ഒരു വശത്ത് വർദ്ധിച്ചു വരുന്ന സാമ്രാജ്യത്വ അധിനിവേശം, അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സാമ്രാജ്യത്വ അധിനിവേശം. നമുക്കിപ്പോൾ പെട്രോളിൻ്റെ വില കൂടിയതും ഗ്യാസിൻ്റെ ദൗർലഭ്യവും ഒക്കെ ഉണ്ടായത് ഈ അമേരിക്കൻ സാമ്രാജ്യത്തിൽ നടത്തിയ ഇടപെടൽ കൊണ്ടാണ്. അതുകൊണ്ട് അതിനെ എതിർക്കുക. മറുവശത്ത് രാജ്യത്തിനുള്ളിൽ വർഗീയ ശക്തികൾ കൂടുതൽ ശക്തിപ്പെട്ടു വരുന്നുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന 3 സ്റ്റേറ്റല്ലേ ഉള്ളൂ. ബാക്കി സ്റ്റേറ്റുകളെല്ലാം BJPയുടെ കയ്യിലായില്ലേ. അപ്പോൾ രാജ്യത്ത് വളർത്തു വരുന്ന വർഗീയ ശക്തികൾ, ഈ സാമ്രാജ്യത്വത്തിൽ ഈ വർഗീയതയെ എതിർക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ ചുമതല. അതിന് ശക്തമായിട്ട് നിലകൊള്ളുന്നത് LDF ആണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ആ ലാർജർ കോണ്ടെക്സ്റ്റിൽ വേണം നമ്മളിതിനെ കാണാൻ. അല്ലാതെ ഒരു വ്യക്തിയുടെ ഒരു പരാമർശം അല്ല പ്രധാനം. പിണറായി വിജയൻ 3ാമത് മുഖ്യമന്ത്രിയാകുമോ? അത് ആ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ എല്ലാം പ്രീ പോൾ സർവേകൾ കൂടുതലും ഇപ്പോൾ മിസസ് ബർഖാദത്ത് നടത്തിയത്, പ്രണോയ് റോയ് നടത്തിയത്, അതുപോലെ തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തിയത് എല്ലാം ഒരു ക്ലോസ് ഫൈറ്റാണ് അവരെല്ലാം പ്രവചിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു വിലയിരുത്തൽ താരതമ്യേന ഒരു നല്ല ഭൂരിപക്ഷത്തിന് വീണ്ടും വരാൻ സാധിക്കും എന്നുള്ളതാണ്. അതിനൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ സംഘടനാപരമായിട്ട് നല്ല ബലമുണ്ട് ഇപ്പോൾ LDF-ന്. മാർക്സിസ്റ്റ് പാർട്ടി അവർക്ക് 25% വോട്ടുണ്ട്, CPIക്ക് 7% വോട്ടുണ്ട്. മലബാറിൽ ഞങ്ങളോട് വന്നതോടുകൂടി സോഷ്യലിസ്റ്റുകൾക്ക് ധാരാളം പിന്തുണയുള്ള മണ്ഡലങ്ങളുണ്ട്. മധ്യ തിരുവിതാംകൂറിൽ കേരള കോൺഗ്രസ് വന്നതോടുകൂടി
ഇവിടെ നല്ല ബേസ് ഉണ്ട്. അപ്പോൾ സംസ്ഥാനത്ത് മൊത്തത്തിൽ നല്ല അടിത്തറയുള്ള ഒരു മുന്നണിയായിട്ട് മാറി. യു ഡി എഫിനെ സംബന്ധിച്ച് ഏറ്റവും പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് ശക്തമായ ബലമുള്ള ഘടകകക്ഷികളില്ലെന്നുള്ളതാണ്. കോൺഗ്രസ് കഴിഞ്ഞ് മുസ്ലിം ലീഗ് മാത്രമാണ് പിന്നെ അവർക്കുള്ളത്. ബാക്കിയെല്ലാം അവർക്ക് പേരിനുള്ള ഘടകകക്ഷികൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സംഘടനാപരമായ ഒരു ശക്തിയുടെ അടിസ്ഥാനത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൽ LDFിനെ നേരിടാൻ അവർക്ക് സാധിക്കുന്നില്ല. സംഘടനാപരമായി ശക്തിയുള്ളത് LDFിനാണ്, UDF അല്ല എന്ന് RJD സംസ്ഥാന സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജ് പറയുന്നു. ഒപ്പം തന്നെ മികച്ച ഭൂരിപക്ഷത്തിൽ LDF നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വിജയിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.